നിന്നെ പിരിഞ്ഞൊന്നും ചെയ്യാൻ കഴിയില്ല നിർമ്മലനാമേശുവേ. നിന്നെ മറന്നൊന്നും ചെയ്യാൻ കഴിയില്ല നിർമ്മലനാം ദൈവമേ. ഓരോ ദിവസവും നിൻ കൃപയിൽ, ഓരോ നിമിഷവും നിൻ നിറവിൽ, ഓരോ ദിവസവും നിൻ കൃപയിൽ, ഓരോ നിമിഷവും നിൻ നിറവിൽ. സ്നേഹം പകരുവാൻ, ഗാനങ്ങൾ പാടുവാൻ, നിൻ വേല തികച്ചിടുവാൻ. സ്നേഹം പകരുവാൻ, ഗാനങ്ങൾ പാടുവാൻ, നിൻ വേല തികച്ചിടുവാൻ. കൃപയിൻ നുറവേ ചൊരിയൂ, അറിവിൻ വരങ്ങൾ ചൊരിയൂ. കൃപയിൻ നുറവേ ചൊരിയൂ, അറിവിൻ വരങ്ങൾ ചൊരിയൂ. നിൻ സാന്നിധ്യം സദാ നേരത്തിലും സാത്താനെ സമ്പൂർണമായി ജയിക്കാൻ, പാപം വെറുക്കുവാൻ, മോഹം വെടിയുവാൻ, ത്യാഗം സഹിച്ചിടുവാൻ. കൃപയിൻ നുറവേ ചൊരിയൂ, അറിവിൻ വരങ്ങൾ ചൊരിയൂ. കൃപയിൻ നുറവേ ചൊരിയൂ, അറിവിൻ വരങ്ങൾ ചൊരിയൂ. കൃപയിൻ നുറവേ ചൊരിയൂ, അറിവിൻ വരങ്ങൾ ചൊരിയൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗ്ഗപിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങിയുണരുവാനും കർത്താവിൻ്റെ പാദപീഠത്തിലൊന്നിരിപ്പാനും എൻ്റെ കർത്താവിനെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും അവിടുന്ന് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം, 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 സ്തോത്രം. അപ്പോൾ ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി നൽകേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് പ്രിയമക്കളുമായി കടന്നു വരിക. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്നവരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കുക. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെയും തമ്പുരാൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരിക. ഇന്നുവരെയും ഞങ്ങളെ അത്ഭുതം അതിശയമായ എൻ്റെ അപ്പച്ചൻ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. പിന്നെയും നടത്തുവാൻ സർവ്വശക്തൻ അവിടുന്നാകിയാൽ അപ്പോൾ അവിടുത്തെ പാദപീഠത്തിലോട്ട് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ നിന്ന് ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിക്കട്ടെ. സൗഖ്യത്തോടെ കാത്തോണേ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന മക്കളെ പ്രത്യേകിച്ച് ഏൽപ്പിക്കുന്നു. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കളെ, 10ലും 11ലും 12ലും പഠിക്കുന്നവർ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, ഡിഗ്രിക്കായിരിക്കുന്നവർ, എൻ്റെ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവേ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ, OIT IELTS ജർമ്മനും പഠിക്കുന്ന മക്കൾ, പ്രൊമറ്റീവ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയും ജ്ഞാനവും അപ്പച്ചൻ കൊടുക്കണം. എൻ്റെ അപ്പൻ അവർക്ക് ഉത്തരവാദിത്തത്തോടും ഉത്സാഹത്തോടും പഠിക്കാൻ കൃപ നൽകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പച്ചൻ്റെ പക്കല. എൻ്റെ ദൈവമേ, നന്നായി പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സാകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിച്ച് ബലപ്പെടുത്തണം. ദൈവമായ കർത്താവ്, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത മക്കൾ, ഇൻ്റർവ്യൂവിനായിട്ട് കാത്തിരിക്കുന്നവർ, മെഡിക്കൽ കഴിഞ്ഞവർ, മെഡിക്കലിന് വേണ്ടി ഹാലിൽ കാത്തിരിക്കുന്ന മക്കൾ, കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറന്നു തരേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. വിദേശ രാജ്യത്ത് കടന്നുപോയി നല്ല ജോലികാര്യങ്ങളെ ചെയ്ത് നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിച്ചാട്ടപ്പാ. പ്രത്യേകിച്ചും കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന അനേക കുഞ്ഞുങ്ങളുണ്ടപ്പാ. ഒരു ജോലിക്കായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും തിരുമുൻപാകം സമർപ്പിച്ച് തരുന്നു. നാഥ, വഴിവാതിൽ തുറന്നു തരുമാറാകണം. തടസ്സം മുടക്കം മാറ്റുമാറാകണം. പൈശാചിയം ജയമെടുക്കുവാൻ അനുവദിക്കല്ലേ. ദുഷ്ടപിശാചിയങ്ങളെ തകർക്കുവാൻ സമ്മതിക്കല്ലേ. എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹം പ്രാപിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു തരിക. സ്വർഗ്ഗം അവർക്ക് വഴിവാതിൽ തുറന്നു കൊടുത്ത് അത്ഭുതവും ജയവുമായി നടത്തിയ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ സ്വർഗ്ഗം കരുണ കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, അവിടുന്ന് അത്ഭുതങ്ങളെ ചെയ്യും, ഞങ്ങളെ മാനിക്കും, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, മഹത്വമൊരു സാക്ഷ്യത്തിനായി ഞങ്ങളെ ഒരുക്കും.
വിശ്വാസ കണ്ണാലെന്ന് ഞങ്ങൾ കാണുകയാണ്, ഞങ്ങളത് പ്രാപിച്ചെടുക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ. ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും ബലത്തോടെ കാത്തുകൊള്ളണേ. സമാധാനത്തിലും ദൈവകൃപയിലും ജോലി കാര്യങ്ങളെ ചെയ്ത് നന്മകളെ പ്രാപിപ്പാൻ സഹായിക്കണം. കുടുംബജീവിതത്തിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന സന്തോഷത്തോടും ദൈവകൃപയോടും കർത്താപ്പച്ചൻ വരെ സൂക്ഷിക്കണമേ. കുടുംബജീവിതത്തിൽ സമാധാനം അനുഭവിക്കാത്ത അനേക കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്ന നാഥാ, ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനം ഓരോ കുടുംബത്തിലും കർത്താവ് നൽകണമേ. സാമ്പത്തികമായ നന്മകളെ കൊടുത്ത് നിറയ്ക്കണമേ. ശാരീരികവും മാനസികമായവരെ ബലപ്പെടുത്തണമേ. ഭൗതികമായ നന്മകളാൽ നിറയ്ക്കണമേ കർത്താവെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ദൈവസ്നേഹത്തിൽ ജീവിപ്പാൻ തക്കണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിച്ചാട്ട്. ഈ സമയം വിവാഹപ്രായമായ ഓരോ മക്കളെയും ഏൽപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവം തക്ക തുണയൊരുക്കി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം കർത്താവെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറകൾ കൊടുത്ത് അനുഗ്രഹിക്കണം. ഗർഭിണികളായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ മാസം ദൈവോളം കൂടിയിരുന്ന് സഹായിച്ച് സൂക്ഷിക്കുമാറാകണം. എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരിക കർത്താവ്. പ്രത്യേകിച്ചും കടഭാരത്തിന് നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു നാഥ. അവിടുത്തെ ഹല്ലേലൂയ കർത്താവെ, തൻ്റെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും പൂർണ്ണമായും ക്രിസ്തുവേശി തീർത്തരാമെന്ന് അവിടുത്തെ വചനമാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ബുദ്ധിമുട്ട് കർത്താപ്പച്ചൻ പൂർണ്ണമായും തീർത്തു കൊടുത്തേ മതിയാകൂ. ഭവനമില്ലാത്ത മക്കൾക്ക് തലചായ്പാൻ ഭവനം ഒരുക്കണം. ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഭാഗ്യമൊരുക്കണം. എല്ലാ സാമ്പത്തിക നന്മകളും തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഒരുക്കി കൊടുക്കുമാറാകണം. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം വലിയവനാ, നല്ലവനാ, വിശ്വസ്തനാ, മാറാത്ത ദൈവമാ. ഞങ്ങളത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായ സ്തോത്രം. പുതുവർഷക്കാലം കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കൾക്കായ സ്തോത്രം. ഈ പുതുവർഷക്കാലം പുതിയ നന്മകളും അനുഗ്രഹങ്ങളും അവരുടെ ജീവിതത്തിൽ കൊടുത്ത് സമാധാനത്തോടെ കാത്തോണേ. യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും ഞങ്ങൾ ഓർക്കുന്നു കർത്താവ്. എല്ലാ മക്കളുടെ യാത്രകളിൽ കൂടെ ഇരിക്കണമേ. ഭവനം വിട്ടിറങ്ങുന്ന നിമിഷം മുതൽ കർത്താവ് തൻ്റെ മക്കളെ ഉള്ളംകരത്തിൽ വഹിക്കണം. ആകാശം കീറി യാത്ര ചെയ്യുന്നവരുണ്ട്, കരയിൽ കൂടി യാത്ര ചെയ്യുന്നവർ, വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും പൊന്നുകരം ചേർത്ത് പിടിച്ചോണേ. നിശ്ചിത സ്ഥാനത്ത് എത്തുവോളം കൃപയിൽ മറയ്ക്കണമെന്നും അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, സമയം മധ്യത്തിൽ മയക്കുമരുന്നിൽ കഴിയുന്ന ജീവിതങ്ങളുണ്ട് കർത്താവെ. ഞങ്ങളുടെ യുവതിവാക്കന്മാരെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന യഥാർത്ഥത്തിലൊന്നും അകപ്പെട്ടുവാൻ അനുവദിക്കാതെ സ്വർഗ്ഗം വരെ വേലുകെട്ടി സൂക്ഷിക്കണമേ. മദ്യപാനികൾക്ക് മാനസാന്തരം നൽകണമേ കർത്താവെ. കർത്താവെ, കുടുംബജീവിതത്തിൽ ഒരു സ്വസ്ഥതയുമില്ല അനുഭവിക്കാത്ത മാതാപിതാക്കൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ദൈവം അവരെ സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനസാന്തരത്തെ അനുഭവത്തിൽ കടന്നു വരണേ. കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ഓരോ മക്കളെ ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ്, ഈ സമയം ഹല്ലേലൂയ ഞങ്ങളുടെ ദേശത്തെ ചുറ്റുപാടുകളെ, അയൽകുടുംബങ്ങളെ, സഹോദരവർഗ്ഗങ്ങളെ, ദൂരസ്ഥരും സമീപസ്ഥരുമായ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ കാത്തോണേ. അനാഥരെയും വിധവകളെയും സംരക്ഷിക്കണമേ. നാഥാ, ആരോരുമില്ലാതെ തനിയെ പാർക്കുന്ന ഓരോ ജീവിതങ്ങളെയും കർത്താവ് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരെ വിഴുകൊണ്ട് നലർന്ന സുഖം പോലെ ഭവിഷ്യത്തിൻ്റെ ഓടി നടക്കുമ്പോൾ കർത്താവ് ഹല്ലേലൂയ ഒരു ദുഷ്ടമൃഗവും ആരെയും കാണുവാൻ അനുവദിക്കാതെ സ്വർഗം വേലുകെട്ടി സൂക്ഷിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. നാഥാ, നീ ഞങ്ങളുടെ പരിപാലകൻ. സഹായം വരുന്ന പർവ്വതത്തിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തുക. ഞങ്ങളുടെ സഹായക്കാരൻ ജീവിക്കുന്ന ദൈവമാകുകയാൽ കർത്താവ് ഓരോ മക്കളെയും കാര്യം പിടിച്ച് നടത്തും. വാർദ്ധക്യത്തിലും ക്ഷീണത്തിലും ഹല്ലേലൂയ രോഗാവസ്ഥയിലുമായിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. തമ്പുരാൻ്റെ അടിപ്പിണരാലുള്ള വിടുതലും സൗഖ്യവും സമാധാനവും ഓരോരുത്തർക്കും നൽകണേ കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ രോഗികളുമായി കടന്നു വരുന്നു. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. സമാധാനത്താൽ ഓരോ മക്കളെയും നിറച്ചാട്ട്. ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും രോഗാവസ്ഥകളിൽ കഴിഞ്ഞു പോകുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. ഓപ്പറേഷനായി തയ്യാറെടുക്കുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ICUയിലും CCയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവരെ സമർപ്പിക്കുന്നു. നാഥാ, സൗഖ്യം കാത്ത് കിടക്കുന്ന തൻ്റെ മക്കളുടെ മേൽ അവിടുത്തെ സൗഖ്യം അയക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, കർത്താവേ ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, തൈറോയിഡ് ഉള്ളവർ, ആസ്മയുള്ളവർ, അലർജി ഉള്ളവർ, ദുഃഖസംബന്ധമായ രോഗമുള്ളവർ, എൻ്റെ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു കർത്താവേ. പനിയാൽ, ചുമയാൽ, ശ്വാസതടസ്സാലൊക്കെ ഭാരപ്പെടുന്നവരുണ്ടപ്പ. അതിവേദനയാൽ ഭാരപ്പെടുന്നവരുണ്ടപ്പ. നീർക്കെട്ടുകളാൽ ഭാരമുള്ളവരുണ്ട് കർത്താവേ. മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവരുണ്ട് കർത്താവേ. അപ്പോൾ ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ടപ്പ. മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. അപ്പോൾ ആരോടും പറയാൻ മേലാത്ത ശാരീരികമായ പല ബുദ്ധിമുട്ടുകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ഓരോ രോഗികളെയും സമർപ്പിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവെ, കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തവർ, കൈകാൽക്ക് ചലനമില്ലാത്ത, വീൽ ചെയറിൽ കിടക്കലുമായിരിക്കുന്നൊരു കർത്താവ്, പല്ലിൻ്റെ വേദനയാൽ ഭാരമുള്ളവർ, ഇൻഫെക്ഷനാൽ ഭാരമുള്ളവർ, ചെവിയുടെ വേദനയാൽ, ചെവിയുടെ ഇൻഫെക്ഷനാൽ ഭാരമുള്ളവർ, ദൈവമായ കർത്താവെ പൊന്നുകരങ്ങളിലോട്ട് ഏൽപ്പിച്ചു തരുന്ന നാഥ, സൗഖ്യത്തിന്മേൽ ഹല്ലേലൂയ എൻ്റെ കർത്താവേ.
ഹാലലി ഓരോ മക്കൾക്കും ആ സൗഖ്യമായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം സ്തോത്രം അപ്പാ സ്തോത്രം. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും സൗഖ്യം പ്രാപിക്കാതെ പോയിട്ടില്ല. ഓരോ മക്കൾക്കും തൊട്ട് സൗഖ്യം കൊടുത്ത് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, എൻ്റെ അപ്പാ എൻ്റെ മക്കളുടെ മേലൊക്കെ സൗഖ്യമായിക്കണമേ, സൗഖ്യമായിക്കണമേ, പൊന്നുകരം വയ്ക്കണമേ. നീ മരുന്നും വൈദ്യനുമായിരിക്കണമേ. ഗിലിയാദിലെ സുഗന്ധ കുഴുമമായി കടന്നു വരണമേ. ഉച്ച മുതൽ പാദം വരെ തലോടണമേ. ഹാലലീയ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു നാഥാ, എൻ്റെ ദൈവമായ കർത്താവേ. ഹാലലുയ്യ ഹാലലു. ഞങ്ങൾക്ക് നീ മാത്രം മതിയപ്പാ. അവിടുന്ന് മരുന്ന്, അവിടുന്ന് വൈദ്യന, അവിടുന്ന് ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് വിടുതലും സൗഖ്യമുണ്ട് കർത്താവേ. ഹാലലിയ. പക്ഷപാതക്കാരനെ കിടക്കെടുത്ത് നടക്കുമാറാക്കി കർത്താവിൻ്റെ പക്കൽ ഇന്നും സൗഖ്യമുണ്ട്. വെളിപ്പെടണമേ, ഓരോ ജീവിതങ്ങളുടെ പേരും വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം 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 കർത്താവ്. അങ്ങനെ ഞങ്ങളുടെ ഭരണകർത്താക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ രാജ്യങ്ങളെയും ഓർക്കുന്നു കർത്താവ്. ഞങ്ങളുടെ കേരളത്തിനായി പ്രാർത്ഥിക്കുന്നു, ഇന്ത്യ മഹാരാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു, ഗൾഫ് നാടുകളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അമേരിക്കൻ ഐക്യനാട്, ഏഷ്യ ഭൂഖണ്ഡം, മാനവജനത പാർക്കുന്ന എല്ലായിടത്തിലും കർത്താവിൻ്റെ സമാധാനവും ദേശത്തിന് മേൽ സൗഖ്യമായിരിക്കണം കർത്താവ്. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാം അപ്പച്ചൻ്റെ പുനഃപാദപീഠത്തിലോട്ട് ഏൽപ്പിക്കട്ടെ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാകുന്ന ദൈവകൃപയും അനുഗ്രഹം തരണം. പാപം കൂടാതെ ജീവിക്കണം. അപ്പൻ്റെ ഇഷ്ടം ചെയ്യാൻ സഹായിക്കണം. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം 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 സ്തോത്രം.